ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോയാബീൻ റെസിപ്പി നോക്കാവേ. അപ്പോൾ നമ്മൾ നമ്മുടെ സോയാബീൻ ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് അങ്ങനെ ഇട്ട് വെക്കണം. ആ സമയത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ടൊമാറ്റോ സോസ്, സവാള, അതുപോലെ തന്നെ കറിവേപ്പില, എക്സെട്ര എക്സെട്ര. അപ്പം നമുക്ക് ചട്ടി ചൂടാക്കാൻ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകാണ് ഇടേണ്ടത്, അല്ല നമ്മൾ പെരിഞ്ചീരകമാണ് ഇടുന്നത്. ആ പെരിഞ്ചീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് കറുമുറ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അത് മൂപ്പിച്ചത് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്ന സമയത്ത് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ സവാളക്കുട്ടനെ. സവാള എപ്പോഴും നമ്മൾ കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന കിട്ടും. ഞാൻ ഇവിടെ കനം കുറച്ചാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി ഇത് നമുക്ക് വരുന്ന കിട്ടാൻ താമസം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇതാ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അവിടെ നിന്ന് വരുന്ന കിട്ടിക്കോളും. ആ സമയത്ത് നമുക്ക് നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ സോയാബീൻ ബോൾസ് എടുത്തിട്ട് നമുക്കത് ഒന്ന് പിടിഞ്ഞെടുത്ത് നന്നായിട്ട് മുറിച്ചെടുക്കാം. ചെറുതാണെങ്കിൽ മുറിക്കേണ്ട, എൻ്റെ ഇത് വലുതായിരുന്നു, അതുകൊണ്ട് ഞാൻ മുറിച്ചെടുത്തു. അങ്ങനെ അത് മുറിച്ചെടുത്ത് വന്ന സമയത്തേക്ക് നമ്മുടെ സവോള നന്നായിട്ട് വഴന്നിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിടേണ്ട നമ്മുടെ അടുത്ത സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് സവോളയിൽ പിടിക്കുന്ന പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് എടുത്തിടേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്. പിന്നെ മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ അളവ് പറയുന്നില്ല, ഓരോരുത്തരുടെ എരിവ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്തോളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മീറ്റ് മസാലയാണ്. ഇനി ഈ 3 പൊടികളോടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുതീയിൽ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ്. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതാണ് ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു കുറുകി വരുന്ന പാകത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. എല്ലാം കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുറുകി വരുന്ന പാകത്തിലാക്കി എടുത്ത ശേഷം അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന സോയാബീൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട്. അങ്ങനെ ഞാനൊരു 5-6 മിനിറ്റ് ഇത് വേവിച്ച ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ഒരു ഒരു റോസ്റ്റ് പരുവത്തിൽ നമുക്ക് നമ്മുടെ സോയാബീനെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ പച്ച മസാല, അതായത് നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചിരുന്നതാണ്. പൊടിച്ചെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ചതച്ച രീതിയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. അപ്പോൾ അതുകൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു റോസ്റ്റ് വരുവാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു.